ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള 6ാം ക്ലാസ്സിലേക്കുള്ള ബുക്കാണ് ഉലൂമുദ്ദീൻ. അതിലെ അദ്ദറസു സാലിസ് 3ാമത്തെ പാഠം ലാ ഹൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. ആരെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറിയം ബീവിയുടെ റൂമിൽ പലതരം പഴങ്ങൾ. തണുപ്പുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും അവിടെ സുലഭമാണ്. അത് കണ്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? അല്ലാഹു തആലയിൽ നിന്നാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. മഹദി പറഞ്ഞു. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചതാണ്. മറിയം ബീവിയുടെ റൂമിൽ പലതരം പഴങ്ങൾ കണ്ടപ്പം ചോദിച്ചതാണ്. അതും തണുപ്പുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ലഭിക്കും, ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും ലഭിക്കുമായിരുന്നു. അപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിച്ചതാണ്, ഇതൊക്കെ എവിടുന്നാണ്? അല്ലാഹു തആലയിൽ നിന്നാണെന്നാണ് മഹദി മറുപടി പറഞ്ഞത്. കുട്ടികൾ എല്ലാവരും വല്ലിപ്പയുടെ ചുറ്റുമിരിക്കുകയാണ്. നമുക്കും അങ്ങനെ പഴങ്ങൾ ലഭിക്കുമോ? നാജിയ ചോദിച്ചു. വല്ലിപ്പ, അത് മറിയം ബീവിയുടെ കറാമത്താണ്. അപ്പം മറിയം ബീവിക്ക് അല്ലാഹു തആല കറാമത്ത് നൽകിയിട്ടുണ്ട്. ആ കറാമത്തിലൂടെയാണ് മറിയം ബീവി തണുപ്പ് കാലത്തുള്ള പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുള്ള പഴങ്ങൾ തണുപ്പുകാലത്തും ലഭ്യമാക്കിയിരുന്നത്. മനസ്സിലാക്കാം. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. എന്താണ് കറാമത്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. മനസ്സിലാക്കട്ടാ. കറാമത്തുള്ള മഹദിയായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആരാണ് ഔലിയാക്കൾ? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് എന്ന് പറഞ്ഞപ്പം ആരാണ് ഔലിയാക്കൾ എന്ന് ഉഖ്ബ ചോദിച്ചു. യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ്. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാരാണവർ. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ്. അറിയുക, നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്, ഭൗതിക വിരക്തിയുള്ളവരാണ്. ഔലിയാക്കൾ ആരാന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ എഴുതാം. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരാണവർ. അപ്പം അത് ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ വായിച്ച അബ്ബാത്ത് തൊട്ടിട്ട് ഇതുവരെയുള്ള പാരഗ്രാഫ് അടയാളപ്പെടുത്തി വെക്കുക. അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടും. മാജിക്ക് കറാമത്താണോ? ആത്തിക്ക ചോദിച്ചു. മാജിക്ക് കറാമത്താണോ എന്ന് ആത്തിക്ക ചോദിച്ചു. അല്ല, കറാമത്ത് അഭൗതികമാണ്. കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്ത് കറാമത്ത്? ചോദ്യം വരാറുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്ത് വെച്ചാൽ കറാമത്ത്. എന്നാൽ മാജിക്ക് അങ്ങനെയല്ല. അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. മാജിക്കും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചോദ്യം വരാറുണ്ട്. എന്താണ്? കറാമത്ത് അഭൗതികമാണ്. അത് തഖ്വയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക്ക് അങ്ങനെയല്ല. അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. അതാണ് കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം. അത് അടയാളപ്പെടുത്തി വെക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതല്ല മാജിക്ക് കൊണ്ട് കഴിയില്ല. കറാമത്ത് കൊണ്ട് കഴിയുന്നതൊന്നും മാജിക്ക് കൊണ്ട് കഴിയില്ല. ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050ഓളം കിലോമീറ്റർ ഉണ്ട്. എത്ര കിലോമീറ്ററാണ്? 2050ഓളം കിലോമീറ്റർ ഉണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്, യമനിലാണ് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. അതിന് ധാരാളം പാറാവുകാരുണ്ട്.
ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിനു ബർഹിയ റളിയല്ലാഹു അൻഹു, ആസഫ് ബിനു ബർഹിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക്ക് കൊണ്ട് ഇത് കഴിയില്ല, അത് കറാമത്ത് കൊണ്ടാണ് സാധിച്ചത്. അപ്പോൾ കറാമത്തിനൊരു ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ച ഈ ഒരു ചരിത്രം എഴുതാം. അതുപോലെ മറിയം ബീവിയുടെ റൂമിൽ പലതരം പഴങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടും എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കുക. 2050 കിലോമീറ്ററാണ് യമനിലെ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. യമനിലെ സബയിലാണ് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. അപ്പോൾ സബ എന്ന് എഴുതിയാൽ മതി. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയെന്ന് വെച്ചാൽ സബയിൽ എന്ന് എഴുതിയാൽ മതി. യമനിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി യമനിലെ സബയിൽ എഴുതിയാലും തെറ്റൊന്നുമില്ല, അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവിടെ ആ കൊട്ടാരത്തിന് ധാരാളം പാറാവുകാരുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിനു ബർഹിയ എന്ന മഹാനാണ്. അദ്ദേഹം കറാമത്തിലൂടെയാണ് അത് നിമിഷ നേരങ്ങൾ കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മനസ്സിലാക്കുക. അത് മാജിക്ക് കൊണ്ടൊന്നും കഴിയൂല. ഔലിയാക്കളെ നാം ബഹുമാനിക്കണം, അവരുടെ കറാമത്തുകൾ നാം അംഗീകരിക്കണം, അവരെ നിസാരപ്പെടുത്തൽ കഠിനമായ തെറ്റാണ്. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ വലിയുമായി ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു തആല എന്താ പറഞ്ഞത്? എൻ്റെ വലിയനോട്. വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാരാണ് വലിയ. അവരോട് ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ മനസ്സിലാക്കുക, ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു തആല എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇതേതാ. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ വലിയുമായി ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ നാം ബഹുമാനിക്കണം, അവരുടെ കറാമത്തുകൾ അംഗീകരിക്കുക, അവരെ നിസ്സാരപ്പെടുത്തൽ കഠിനമായ തെറ്റാണ്. ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നതിൻ്റെ വിധി എന്താണ്? കഠിനമായ തെറ്റാണ്. ഒക്കെ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഇവിടെ നെക്ര നഫ്മു വരുന്നത് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ താഴെ കുറച്ച് വേർഡ്സുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പാഠത്തിൽ വായിച്ച പാഠത്തിൻ്റെ പേരും ഹൗഫ്, വിരക്തി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്താണ് നമുക്ക് മലയാളം മനസ്സിലാക്കാം. ബിൽക്കീസ് രാജ്ഞി ആരാണെന്ന് വെച്ചാൽ സബയിലെ രാജ്ഞിയാണ്. അതിവിടെ കാണിച്ചു തരുന്നിട്ട് അതുപോലെ ഓരോന്നും മനസ്സിലാക്കുക. പിന്നെ മറിയം റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. മറിയം ബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയാണ്. വലിയ അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആരാണ്? ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. സക്കരിയ അലൈഹി ഇസ്ലാം മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ്. മാതാവിൻ്റെ സഹോദരി, മറിയം ബീവിയുടെ മാതാവിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് സക്കരിയ അലൈഹി ഇസ്ലാം. മനസ്സിലാക്കട്ടോ. അതൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സക്കരിയ അലൈഹി ഇസ്ലാം ആര്, അല്ലെങ്കിൽ മറിയം ബീവിയുടെ മാതൃ സഹോദരി ഭർത്താവ് ആര്, ഓപ്ഷനിൽ ടിക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് സക്കരിയ അലൈഹി ഇസ്ലാം. പിന്നെ ആസഫ് ബിൻ ബർഹിയ ആരായിരുന്നു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിലെ വേദ പണ്ഡിതനാണ്, വേദം പഠിച്ച പണ്ഡിതനാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം നന്നായി മനസ്സിലാക്കണം. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ദഫ്തർ തോലിബിൽ ആദ്യം നമുക്ക് വരുന്നത് നുൻഷുൽ ജുമുല, വാക്ക് വികസിപ്പിക്കാനാണ്, വാക്യം പ്രയോഗിക്കണം. അഭൗതികം വെച്ചിട്ട് നമ്മൾ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കറാമത്ത് അഭൗതികമാണ്. അപ്പോൾ നമുക്ക് അതവിടേക്ക് എഴുതാം. അടുത്തത് എന്താണ്? വിരക്തി. എന്തായിരുന്നു വിരക്തി എന്ന് പറഞ്ഞാൽ മടുപ്പ്. അപ്പോൾ അതിൻ്റെ എന്താണ്? നമുക്ക് ആ പാഠത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുണ്ട് ഭൗതിക, അടുത്ത പേജിൽ വിരക്തിയുള്ളവരാണവർന്ന്. അപ്പം ഔലിയാക്കൾ ഭൗതിക വിരക്തിയുള്ളവരാണ്. വിരക്തി എന്നതിനെ കുറിച്ച് നമുക്ക് അത് എഴുതാം. ഔലിയാക്കൾ ഭൗതിക വിരക്തിയുള്ളവരാണ്. അത് എഴുതി കൊടുക്കാം. അടുത്തത് സുലഭം. എന്താണ് സുലഭം? മറിയം ബീവിക്ക് പഴങ്ങൾ സുലഭമായി ലഭിച്ചിരുന്നു എന്ന് എഴുതാം. അപ്പോൾ അത് ഇവിടുന്ന് മനസ്സിലാക്കി എഴുതാം. പഴങ്ങൾ അവിടെ സുലഭമാണ്, പലതരം പഴങ്ങളും അവിടെ സുലഭമാണ്, അങ്ങനെയൊക്കെ എഴുതാം. പലതരം പഴങ്ങൾ അവിടെ സുലഭമാണ്, അങ്ങനെ എഴുതി കൊടുക്കാം. അടുത്ത
ഈ വിട്ട ഭാഗങ്ങൾ ചേർത്ത് കൊടുക്കണം. വലിയ അള്ളാഹുവിൻ്റെ ദാസന്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് വലിയ. അപ്പോൾ അവിടെ വലിയനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ ഭക്തരാണവർ. അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന വിശ്വാസികളാണ്. അപ്പോൾ നമുക്ക് വിശ്വാസികൾ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയാണ് അത് പറയുന്നത്, വിശ്വാസികൾ ഒന്ന് എഴുതാം. പിന്നെന്താ എഴുതാം? അനുസരിക്കുന്നു എന്ന് എഴുതാം. ഇബാദത്ത് ചെയ്യുന്നു അത് എഴുതാം. സൂക്ഷ്മതയുള്ളവർ എഴുതാം. പിന്നെന്താണ്? ഭൗതിക വിരക്തിയുള്ളവർ മനസ്സിലാക്കി എഴുതാം. പിന്നെന്താണ്? ഇഷ്ടദാസന്മാരാണ്. ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണ്. വിശ്വാസവും ഭക്തിയുമുള്ള അടിമകൾ. അപ്പോൾ അത് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്, വിശ്വാസവും ഭക്തിയും എന്നൊക്കെ. അപ്പോൾ അത് മതി. ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ്. അപ്പോൾ അവിടെ വന്നതൊക്കെ നമുക്ക് ഇത്രയും എഴുതിയാൽ അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അടുത്തതിന് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആരാണ് വലിയ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുതാം. നമുക്ക് കഴിയാവുന്നിടത്തോളം ആ പാരഗ്രാഫ് മുഴുവനും എഴുതാം വലിയനെ കുറിച്ചിട്ട്. യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുമുള്ളവരുമാണവർ. അത്ര എഴുതിയാൽ തന്നെ ചോദ്യ ആൻസർ ആവും. അപ്പം അത് മനസ്സിലാക്കിയത് ബാക്കിയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്നൊക്കെ ചേർക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്തത് എന്താണ് കറാമത്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. അപ്പോൾ അത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതുക, പഠിക്കുക. അടുത്തതാ ആസിഫ് ബിനു ബർഹിയ റളിയല്ലാഹു അൻഹു ആരാണ്? പാഠത്തിൻ്റെ അവസാനത്തിൽ നക്റോ നഫമു ഭാഗത്ത് വായിച്ചിരുന്നു. ആസിഫ് ബിനു ബർഹിയ റളിയല്ലാഹു അൻഹു ആരാണ്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതനാണ്. അപ്പോൾ അതവിടേക്ക് എഴുതുക, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് 3. അടുത്തത് നാലാമത്തെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആരായിരുന്നു? അതും അവിടെ തന്നെ ഉണ്ട്. എന്തായിരുന്നു? ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ. അപ്പോൾ അത് നാലാമത്തെ ആൻസറായിട്ട് എഴുതുക. അടുത്തതാ ബിൽക്കീസ് രാജ്ഞി ഭരണം നടത്തിയത് എവിടെയായിരുന്നു? ഇവിടെ സബയിലെ രാജ്ഞി എന്നാണ്. അപ്പോൾ നമുക്ക് സബയിൽ എന്ന് എഴുതി കൊടുക്കാം. ബിൽക്കീസ് രാജ്ഞി ഭരണം നടത്തിയിരുന്നത് സബയിലായിരുന്നു. അടുത്ത ചോദ്യം വന്നത് മറിയം ബീവി റളിയല്ലാഹു അൻഹായും സക്കരിയ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധം എന്താണ് ബന്ധം? ഇത് എഴുതാം. മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് എഴുതട്ടോ. അടുത്തത് കറാമത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ്. കറാമത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് 2 പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. 2 പറയുന്നുണ്ട് പാഠഭാഗത്ത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മറിയം ബീവിയുടെ കറാമത്ത് നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം. മനസ്സിലായില്ലേ? തണുപ്പ് കാലത്തും അവിടെ സുലഭമാണ്. അത് മറിയം ബീവിയുടെ കറാമത്താണ്. അത്രയും ഭാഗം അവിടേക്ക് എഴുതാം. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലുണ്ടായ കറാമത്ത് ഇവിടെ പറയുന്നുണ്ട്. ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെയുള്ള സിംഹാസനം ആസിഫ് ബിൻ ബർഹിയ എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. അത് ഒരു കറാമത്താണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അവിടെയൊക്കെ എഴുതാം. അടുത്തത് കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എഴുതാം. കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക്ക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക്ക് കൊണ്ട് കഴിയില്ല. അപ്പോൾ അത്രയും നമുക്ക് കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എഴുതാം.
അടുത്തത് എന്താണ്? കറാമത്ത്. കറാമത്തിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ നമുക്ക് എക്സാമിനൊക്കെ എഴുതാൻ വരുന്നൊരു ചോദ്യമാണത്. നുബയ്യിന് എന്ന് വിശദീകരിക്കാൻ. കറാമത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഈ ഭാഗം എഴുതാം. കറാമത്ത് അഭൗതികമാണ്, തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിലുള്ള സിംഹാസനം ആസിഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. മാജിക്ക് കൊണ്ട് ഇത് കഴിയില്ല, അത് കറാമത്ത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെയുള്ള കറാമത്ത് കൊണ്ട് കഴിയുന്നതല്ല, മാജിക്ക് കൊണ്ട് കഴിയില്ല എന്ന് ചേർത്ത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ അത് കറാമത്തിനെ കുറിച്ച് അത്രയും നമുക്കവിടെ എഴുതാം. അടുത്തത് ഔലിയാക്കളുടെ വിശേഷണങ്ങളാണ്. ഔലിയാക്കളുടെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു തന്നൊരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു, അത് മുഴുവനായിട്ട് അവിടേക്ക് എഴുതാം. ഞാൻ വായിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ യഥാർത്ഥ വിശ്വാസികളും അള്ളാഹു താലയുടെ വിധിവിലക്കുകൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത പേജിൽ ഈ പാരഗ്രാഫ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതുവരെ അവിടേക്ക് ഔലിയാക്കളുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതാം. ഇവിടെ മറ്റൊരു വർക്ക് വന്നത്, ഇവിടെ താഴെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഫലസ്തീനും സബവും കണ്ടെത്താനാണ്. ഫലസ്തീന് ഇവിടെയാണ്. അവിടുന്ന് 2050ഓളം കിലോമീറ്ററാണ് യമനിലെ സബ. മനസ്സിലായില്ല? അപ്പോൾ അതാണ് നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് സിംഹാസനം ഇവിടേക്ക് ആസിഫ് ബിൻ ബർഹിയ എന്ന മഹാന് എത്തിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അത് അടയാളപ്പെടുത്തി വെക്കുക. യമനിലാണ് സബ, ഫലസ്തീന്. മനസ്സിലാക്കി അടയാളപ്പെടുത്തട്ടോ. അപ്പോൾ നല്ല മഴയാണ്. വീഡിയോസിൽ നല്ല മഴയുടെ ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒഴിവുകിട്ടിയ സമയം വീഡിയോ എടുത്തതാണ്. അപ്പോൾ പുറത്ത് മഴയുള്ളത് ആണ്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പാഠമായ ലാ ഖൗഫുൻ അലൈഹിം എന്ന പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വീഡിയോ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറയുന്നതിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയോ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. എൻ്റെ മൊബൈൽ നമ്പർ അറിയാമല്ലോ, 82 89 89 29 85. അതിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.